7 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം തുടങ്ങാൻ ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഏപ്രിൽ 19 ആദ്യഘട്ട വോട്ടെടുപ്പ് പല സംസ്ഥാനങ്ങളിലും നടക്കുകയാണ്. കേരളത്തിൽ ഏപ്രിൽ 26 ഈ 2014, 2019, 2024 BJP മൂന്നാം ഊഴം ആഗ്രഹിക്കുന്ന തിരഞ്ഞെടുപ്പ്. പക്ഷേ ഇതുവരെയുള്ള ഏറ്റവും പുതിയ വിലയിരുത്തലുകൾ അനുസരിച്ച് 2014 2019 BJPക്ക് കിട്ടിയിരുന്ന ഒരു ആനുകൂല്യം, ഒരു ഫേവറബിൾ കണ്ടീഷൻ 2024 രാജ്യത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തൽ. ഒരു മാസം മുമ്പ് വരെയൊക്കെ BJP പാട്ടും പാടി ജയിക്കും, 400 സീറ്റ് കടക്കും, BJP ഒറ്റയ്ക്ക് 370 മാർക്ക് കടന്ന് കേവല ഭൂരിപക്ഷം നേടുമെന്നൊക്കെ പൊതുവെ കരുതപ്പെട്ടിരുന്നിടത്തുനിന്നും വളരെ പെട്ടെന്നാണ് ദേശീയ രാഷ്ട്രീയം മാറിമറിഞ്ഞ് പല രൂപത്തിലേക്ക് പോയത്. അതിൽ പ്രധാനം ഇലക്ട്രൽ ബോണ്ട് കേസ് BJPയെ വളരെ തിരിഞ്ഞു കടിച്ച, BJPക്ക് ഏറ്റവും തിരിച്ചടി ഉണ്ടാക്കാവുന്ന ഒന്നാണ് രാജ്യം കണ്ട ഈ അഴിമതി, നിയമവിധേയമാക്കിയ അഴിമതി, ഇലക്ട്രൽ ബോണ്ട്. അതേപോലെ മദ്യനയ കേസ് ഡൽഹി, രാഷ്ട്രീയ എതിരാളികളെ പിടിച്ച് ജയിലിനകത്തിടുക അന്വേഷണ ഏജൻസികളെ വെച്ചിട്ട്, അതിന് കരുനിയമം ഉപയോഗിക്കുക, EDയുടെ കരുനിയമം. ഈ നിയമങ്ങളൊക്കെ ഇടതുപക്ഷവും ഇന്ത്യ സഖ്യവും അധികാരത്തിൽ വന്ന എടുത്തു കളയുമെന്ന് പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ വിഷയം 2019 14 ഉണ്ടായിരുന്ന ഒരു അനുകൂല സാഹചര്യം ഇപ്പോൾ BJPക്ക് ഇല്ല, NDA സഖ്യത്തിന്. അതുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാൻ തന്നെ പ്രയാസമാകും. അപ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നവരുടെ പ്രസംഗത്തിൽ പോലും, തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പോലും കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്നാണ്. അല്ലാതെ ഭൂരിപക്ഷം നേടുമെന്നും കോൺഗ്രസ് പറയുന്നില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് കോൺഗ്രസ് മുന്നിലെത്തും. കഴിഞ്ഞ തവണ 56 സീറ്റ് കിട്ടിയ പാർട്ടിയാണ് ഇപ്പോൾ 270, അടുത്തെങ്കിൽ 200 മുകളിൽ സീറ്റ് നേടിയിട്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രപതി ഏറ്റവും വലിയ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിക്കും എന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഈ മനപായസം ഉണ്ണൽ എന്ന് പറയുന്നത്. യാഥാർത്ഥ്യങ്ങൾ, റിയാലിറ്റി അതിനൊക്കെ വളരെ അപ്പുറത്താണ്, അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതല്ല. BJPക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടൊരു പക്ഷേ BJP തന്നെയായിരിക്കും വരിക. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് രൂപീകരിക്കാൻ ആദ്യം ക്ഷണിക്കുക BJPയെ തന്നെയായിരിക്കും. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മുന്നിൽ കാണുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കോൺഗ്രസ് ഇങ്ങനെ ഓരോന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുവരെയുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്നത് വെച്ച് നോക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ BJPക്ക് സീറ്റുകൾ കുറയും. ചില വിലയിരുത്തൽ അനുസരിച്ചുള്ള ഞങ്ങളുടെ നിഗമനമാണ്. വടക്കേ ഇന്ത്യയിൽ BJPക്ക് ഇപ്പം കിട്ടിയിരുന്ന സീറ്റുകൾ കുറയും. ഇപ്പോൾ ഒറ്റയ്ക്ക് 303 സീറ്റ് കിട്ടിയ BJPക്ക് അത് തന്നെ നിലനിർത്താൻ പറ്റുമോ? അവർക്കിടയിൽ മാജിക് നമ്പർ 370 കടന്നവർക്ക് പോകാമെന്നുള്ള പ്രതീക്ഷ നടപ്പാകുമോ എന്നൊക്കെ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ റിയാലിറ്റി വ്യത്യസ്തമാണ്. അവർക്ക് ആ പെർഫോമൻസ്, നോർത്ത് ഇന്ത്യയിൽ കിട്ടിയ 2019 പെർഫോമൻസ് ആവർത്തിക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ വടക്കേ ഇന്ത്യയെ ഒരു ഒറ്റയടിക്ക് ഒരു ഹിന്ദി ബെൽറ്റ് എന്ന് കാണണ്ട. ഹിന്ദി ബെൽറ്റിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ച സംസ്ഥാനങ്ങളുണ്ട്. അവിടെ BJPക്ക് സീറ്റ് കുറയുകയും എന്നാൽ തെക്കേ ഇന്ത്യയിൽ BJPയുടെ വോട്ട് ഷെയർ കൂടുകയും ചെയ്യും. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നോർത്ത് ഈസ്റ്റിലും, അതായത് നമ്മുടെ 5 തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന, അത് കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ, പിന്നെ 7 സിസ്റ്റേഴ്സ്, ത്രിപുര മുതൽ ആസാം വരെ 7 സിസ്റ്റേഴ്സ്, 7 സഹോദരിമാരെന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനങ്ങൾ. അവിടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്.
അസമിൽ മാത്രമേ ഉള്ളൂ 14 ലോക്സഭാ സീറ്റും. മറ്റ് ഈ സുന്ദരികളിലെ സപ്ത സഹോദരിമാരിൽ ബാക്കി 6 സഹോദരിമാരുടെ സ്റ്റേറ്റിലും 1-2 സീറ്റ് മാത്രം. ത്രിപുര 2, അല്ലെ നാഗാലാൻഡ് 1, മിസോറാം 1, ഇങ്ങനെയൊക്കെയുള്ള 1-2 സീറ്റുകളുണ്ട്. അപ്പം ഈ ഒരു പിന്നെ ബീഹാറിനെ കൂടെ ഇതിനകത്ത് നമ്മൾ ചേർത്ത് വയ്ക്കും. നോർത്ത് ഇന്ത്യക്ക് ഇപ്പുറത്തോട്ടുള്ള ആ ഒരു നോർത്ത് ഈസ്റ്റ് സ്വഭാവം കൂടി കാണിക്കുന്ന ബീഹാർ, ഇവിടങ്ങളിൽ BJPക്ക് സീറ്റ് കുറയാൻ പോവുകയാണ്. അപ്പോൾ രാജസ്ഥാനിലും സംശയങ്ങളുണ്ട്. ഇപ്പം UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ പ്രധാന ഹിന്ദി ബെൽറ്റ് സംസ്ഥാനങ്ങളിൽ BJPക്ക് 2019 സീറ്റുകൾ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതിനകത്ത് സംശയമുണ്ട്. എവിടെയാണ് BJP ഭൂരിപക്ഷം നേടാൻ എങ്ങനെ സാധിക്കും? അതിൻ്റെ കൃത്യമായ ചില കണക്കുകളുടെ ഡേറ്റ കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്കത് പിടികിട്ടും. അതായത് ഇത്രയും ഈ പറഞ്ഞ പ്രദേശങ്ങൾ, ഞങ്ങളീ പറഞ്ഞ ഈ 5 തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളും അതിൻ്റെ കൂടെ ഒഡീഷയും വെസ്റ്റ് ബംഗാളും ബീഹാറും കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ മൊത്തം 232 ലോക്സഭാ സീറ്റുകളുണ്ട്. തെക്ക് പ്ലസ് നോർത്ത് ഈസ്റ്റ്. ഇതിൽ സപ്ത സഹോദരികളെ കൂട്ടിയിട്ടില്ല. അവർക്കെല്ലാം കൂടെ ഒരു സപ്ത സഹോദരിമാർക്ക് അസ്സാം ഉൾപ്പെടെ അവരുടെ സീറ്റുകളുടെ മൊത്തം എണ്ണം 24 ലോക്സഭാ സീറ്റുകളാണ്. അസ്സാമിലെ 14, ബാക്കി 10 ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ 1-2 ലോക്സഭാ സീറ്റുകൾ 24. അത് ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് 232 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ BJPക്ക് നേട്ടം കിട്ടാവുന്ന ഒരു സംസ്ഥാനം, 2 സംസ്ഥാനങ്ങൾ തെലങ്കാന, ആന്ധ്രയിലാണ്. ആന്ധ്രയിൽ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവാണ് ഒരുമിച്ച് ലോക്സഭയോടൊപ്പം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YRS കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകും എന്നാണ് മനസ്സിലാക്കുന്നത്, ഇതുവരെയുള്ള ചില സർവേകൾ സൂചിപ്പിക്കുന്നത്. പകരം പ്രധാന പ്രതിപക്ഷമായ തെലുങ്ക് ദേശം, ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശവും BJPയും കൂടെ സഖ്യ കക്ഷികളാണ്. അപ്പോൾ നിയമസഭയിലേക്ക് നായിഡുവിന്റെ പാർട്ടിയും തെലുങ്ക് ദേശവും, ലോക്സഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ BJPക്കും സഖ്യകക്ഷി എന്ന നിലയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തെലങ്കാനയിലും ഭേദപ്പെട്ട പ്രകടനം BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ്. കാരണം ചന്ദ്രശേഖർ റാവുവിന്റെ BRS പാർട്ടി ഇപ്പോൾ വളരെ അൺപോപ്പുലറാണ്. ഇവിടെ കോൺഗ്രസ് അസംബ്ലിയിൽ ഇപ്പൊ തെരഞ്ഞെടുത്ത് വന്ന് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയൊക്കെ ആയി കോൺഗ്രസ് ഭരിക്കുന്നു. എന്നാൽ പോലും ദേശീയ ഇലക്ഷനിൽ അവിടെയും BJPക്ക് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ കർണാടകയിൽ കുറച്ച് സീറ്റുകൾ BJPക്കും ബാക്കി കോൺഗ്രസിനും അവിടുത്തെ, കാരണം ജനതാദളും BJPയും സഖ്യകക്ഷികളായതുകൊണ്ട് അവർ സംയുക്ത കമ്പൈൻഡ് വോട്ട് ബാങ്ക് അവിടെയുണ്ട്. കുറച്ച് സീറ്റുകളിൽ BJP കർണാടകയിൽ ജയിക്കും, കുറേ സീറ്റുകൾ കോൺഗ്രസിനും പോകാനാണ് സാധ്യത. തമിഴ്നാട്ടിലെ കാര്യം അറിയാം. അവിടെ BJP വോട്ട് ഷെയർ കൂട്ടുമെങ്കിലും അവർ 2 ഡിജിറ്റിലേക്ക് 10% മുകളിലേക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് അവർ കൂട്ടുമെങ്കിലും അത് പക്ഷേ ഒരു സീറ്റ് ജയിക്കാൻ പര്യാപ്തമാകൂ എന്ന് കണ്ടറിയേണ്ടത് കാര്യമാണ്. ഇതേ വിഷയം കേരളത്തിലുമുണ്ട്. 10-ന് മുകളിൽ 15-18% വരെ വോട്ട് ഷെയർ ഉണ്ടെങ്കിലും BJPക്ക് അത് വെച്ചിട്ട് ഒരു സീറ്റ് ജയിക്കാൻ പറ്റില്ല. ജയിക്കണമെങ്കിൽ ഒരു 35% മുകളിൽ പോൾ ചെയ്ത വോട്ട് കിട്ടി, 40-ന് മുകളിലൊക്കെ വോട്ട് കിട്ടിയെങ്കിൽ ഒരു നല്ല മാർജിനിൽ BJP അല്ല ഏത് പാർട്ടിക്കും ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ തെലങ്കാന, ആന്ധ്ര ഇതാണ്. കർണാടക നമ്മൾ പറഞ്ഞു. പിന്നെ ഒഡീഷയിൽ BJP നേട്ടം ഉണ്ടാക്കും. അവിടെ അസംബ്ലി ഇലക്ഷൻ ഒരുമിച്ച് നടക്കുകയാണ്. നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളും BJP ആയിട്ട് ചർച്ച നടന്നു. മോദി മുൻകൈയെടുത്തിട്ട് സഖ്യമാകാനൊക്കെ നോക്കിയെങ്കിൽ അത് അവസാനം അത് അലസിപ്പിരിഞ്ഞു. 2 പാർട്ടികളും എല്ലാ സീറ്റുകളിലും പരസ്പരം മത്സരിക്കുകയാണ്. കോൺഗ്രസ് അവിടെ ദുർബലമായി കഴിഞ്ഞു. കോൺഗ്രസ് ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടി പോലും അല്ലാണ്ടായി കഴിഞ്ഞു. ഒഡീഷയിൽ അവിടെ പ്രധാന മത്സരം BJPയും ബിജു ജനതാദളും BJDയും തമ്മിലാണ്. അവർ സീറ്റുകൾ പങ്കിടാനാണ് സാധ്യത. ലോക്സഭയിലേക്കും ഒരു സൈസബിൾ നമ്പർ ഓഫ് ലോക്സഭാ സീറ്റുകളിൽ BJP ഒഡീഷയിൽ ജയിക്കും. പക്ഷെ അസംബ്ലിയിൽ ഒരു പക്ഷേ ബിജു ജനതാദളിന്റെ നവീൻ പട്നായിക്കിന്റെ പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നുകൂടായില്ല. പിന്നെ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി കാണിച്ച ഒരു വലിയ മണ്ടത്തരം, 42 ലോക്സഭാ സീറ്റുകളാണ് പശ്ചിമ ബംഗാളിലുള്ളത്. അവരൊറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിട്ട്
അവർ പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ അകറ്റി നിർത്തിയിട്ട് ഈ മമതയുടെ ഈ സോളോ ഗെയിം മമതയ്ക്ക് വൻ തിരിച്ചടി ഉണ്ടാക്കും, അതിന്റെ ഗുണം BJPക്ക് കിട്ടും എന്നാണ് പല അഭിപ്രായ സർവേകളും സൂചിപ്പിക്കുന്നത്. അത് മമതയുടെ കുറ്റമാണ്, മമത കാണിച്ച മണ്ടത്തരമാണ്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ കൂടെ നിർത്തി ഒരു മുന്നണി ഉണ്ടാക്കാതെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് കാണിച്ചു കളയാ എന്ന് പറയുന്ന മമതയുടെ തീരുമാനം മമതയ്ക്ക് തന്നെ തിരിച്ചടിയാവുകയും അത് BJPക്ക് നേട്ടം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് പശ്ചിമ ബംഗാളിലെ പൊതുവായ ചിത്രം എന്ന് പറയുന്നത്. ഇനി ബീഹാറിൽ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് BJPക്കും നിതീഷ് കുമാറിനുമാണ്. 11 മണിക്കൂറിൽ സഖ്യവും ഇട്ടിട്ട് വേറെ സഖ്യം രൂപീകരിച്ച് 24 മണിക്കൂറിൽ വീണ്ടും മുഖ്യമന്ത്രിയായ ആ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു ഇലക്ഷൻ കൂടിയാണിത്. ഇതിൽ നിന്ന് BJPക്കും കാര്യമായൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അത്രയുമാണ്. ബീഹാർ വരെ ഇത്രയും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും വെസ്റ്റ് ബംഗാളും ഒഡീഷയും ബീഹാറും ചേർത്തിട്ട് 232 ലോക്സഭാ സീറ്റുകളുണ്ട്. ചെറിയ നമ്പറല്ല. ഈ 202 ലോക്സഭാ സീറ്റുകളിൽ ഈ കഴിഞ്ഞ തവണ BJPക്ക് തെക്കേ ഇന്ത്യ ഉൾപ്പെടെ ജയിക്കാനായത് 47 സീറ്റുകൾ മാത്രമാണ്. 47 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2019. 2014 അവർ 29 സീറ്റുകൾ മാത്രമാണ് നേടിയത്. അപ്പൊ 2014 29 2019 47 അവരും വളർന്നു BJP. ഇത്തവണ അവര് 50-നും ഒരു 75, 100-ന് താഴെ സീറ്റുകൾ ഈ മേഖലയിൽ നിന്ന് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ BJPക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്നും നോർത്ത് ഈസ്റ്റോട് എടുത്തു കഴിയുമ്പോൾ സീറ്റുകളുടെ എണ്ണം കൂടുമ്പോഴും വടക്കേ ഇന്ത്യയുടെ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ BJPയുടെ സീറ്റുകൾ കുറയുകയാണ്. അതുകൊണ്ടാണ് പോൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും കിട്ടാനുള്ള സാധ്യതകൾ ഇല്ലാതാവുന്നു എന്ന് പറയുന്നത് അവിടെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളും ഇത്തവണ കിട്ടാൻ പോകുന്ന സീറ്റുകളും തമ്മിൽ ഇങ്ങനൊരു വലിയ അന്തരമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ 2019 ഇലക്ഷൻ ഫലമല്ല 2024 വരാൻ പോകുന്നത്. BJPയുടെ ഓവർ ഹൈപ്പിന്റെ കാലം കഴിഞ്ഞു. BJPക്കെതിരെ പല ഫാക്ടേഴ്സ് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലുണ്ട്. അത് നേരത്തെ പറഞ്ഞ വിഷയമാണ്. ഇത് BJPക്ക് തിരിച്ചടി ഉണ്ടാക്കും. അപ്പൊ പിന്നെ ഇനി വരാൻ പോകുന്നത് BJP നേതൃത്വം നൽകുന്ന ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റോ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ നിലവാരം എന്താണെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഉള്ള ഒരു രാഷ്ട്രീയ നീക്കമോ ഒക്കെയാവും സംഭവിക്കാൻ പോകുക. എന്തായാലും വളരെ കലങ്ങി മറിഞ്ഞ ഒരു ദേശീയ രാഷ്ട്രീയമാണ് നിലവിലുള്ളത്. 2019 സിറ്റുവേഷൻ സാഹചര്യമല്ല. 2024 തീർത്തും വ്യത്യസ്തമാണ്. 2014 അനുകൂല ഘടകവും BJPക്ക് ഇപ്പോഴില്ല എന്നുള്ളതാണ്. എങ്കിലും BJP ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായിട്ട് തന്നെ റിസൾട്ട് വരുമ്പോൾ രംഗത്ത് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതനുസരിച്ച് ആയിരിക്കും ദേശീയ രാഷ്ട്രീയം മുന്നോട്ട് പോവുക.